പരപ്പനങ്ങാടിയിലെ ഡിവിഷൻ 13 സ്ഥിതി ചെയ്യുന്ന പുത്തരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കാത്തതിൽ CPM പ്രതിഷേധം. CPM പനയത്തിൽ ബ്രാഞ്ചിന്റെ പരാതിയുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിന്റെയും ഭാഗമായി കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ അധികൃതരെ കണ്ട് ചർച്ച നടത്തി ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ചർച്ചയിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹൈറൂനിസ താഹിർ, മുൻ ചെയർമാൻ ഉസ്മാൻ, LDF കൗൺസിലർ KC നാസർ എന്നിവരും പങ്കെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളികൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹൈറൂനിസ താഹിറിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയുമുണ്ടായി. മുൻ ചെയർമാൻ ഉസ്മാന്റെ നേതൃത്വത്തിൽ നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇക്കാര്യങ്ങൾ ഹോസ്പിറ്റലുമായി സംസാരിച്ച് തീരുമാനമെടുത്തതിനാലാണ് നിലവിലെ ചെയർമാൻ ഷാഹുൽ ഹമീദിനെ ചൊടിപ്പിച്ചതെന്നും തന്റെ സാന്നിധ്യം ഇല്ലാതെ എന്തിന് ഇവർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തു എന്ന വിഷയത്തിന്റെ പുറത്താണ് ഞായറാഴ്ച തീരുമാനിച്ച ഹോസ്പിറ്റൽ പ്രവർത്തനം പ്രവർത്തിക്കാതിരുന്നതെന്നും തന്നെയും കൂട്ടി ഒരു യോഗം വിളിച്ച് തീരുമാനിച്ചിട്ട് തുറന്നാൽ മതിയെന്ന ധിക്കാരമാണ് ഇപ്പോഴും OP പ്രവർത്തിക്കാതിരിക്കാൻ കാരണമെന്നും CPM പനയത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ PT പറഞ്ഞു. ലീഗിന് വോട്ട് ചെയ്ത് ഭരണത്തിൽ കയറ്റിയതാണോ ഇവിടുത്തെ ജനങ്ങൾ ചെയ്ത തെറ്റെന്നും ഇനിയും എന്തിനാണ് മുസ്ലിം ലീഗിനെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ പരപ്പനങ്ങാടിയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശം നിഷേധിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പരപ്പനങ്ങാടിയിൽ ഉയർന്നുകൊണ്ടിരിക്കണമെന്നും തങ്ങൾക്ക് എന്തുമാകാം എന്ന ധാർഷ്ട്യവും ധിക്കാരവുമാണ് പരപ്പനങ്ങാടി മുനിസിപ്പൽ ഭരണസമിതിയുടെയും മുസ്ലിം ലീഗിന്റെയും ഈ ധിക്കാരപരമായ ജനവിരുദ്ധമായ നിലപാടിലൂടെ വ്യക്തമാകുന്നതെന്നും ഫൈസൽ PT എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. കാരണം ഇവിടെ ഈ നഗരസഭ പ്രാദേശിക ഭരണകൂടമാണ് പരപ്പനങ്ങാടി നഗരസഭ എന്ന് പറഞ്ഞത്. ഈ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങൾക്കും ചികിത്സ ലഭ്യമാക്കുക എന്നത്. പക്ഷേ ഇതിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ അധികാര വടംവലിയുടെ ഫലമായി ഗ്രൂപ്പിസത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു ഗതികേട് പരപ്പനങ്ങാടിയിലെ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഞായറാഴ്ചകളിൽ OP തുറന്നു പ്രവർത്തിക്കാൻ കൂടുതലായി ഒരു ഫാർമസിസ്റ്റിനെയും നഴ്സിംഗ് സ്റ്റാഫിനെയും ആവശ്യമാണെന്നും ഈവനിംഗ് OP പ്രവർത്തിക്കാത്തതിന്റെ ഭാഗമായി നിലവിൽ നഴ്സിംഗ് സ്റ്റാഫിനെയും ഒരു ഡോക്ടറെയും നിയമിച്ചു കഴിഞ്ഞതിനാൽ പുതിയ സ്റ്റാഫിനെ നിയമിക്കാൻ NHMന്റെ അനുമതി വേണമെന്നും അതിനായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്ന് പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ PP ഷാഹുൽ ഹമീദ് എൻലൈറ്റ് ന്യൂസിനെ അറിയിച്ചു. പുതുതായി നിയമിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ HMC ഫണ്ടിന്റെ 50% മാത്രമാണ് വിനിയോഗിക്കാൻ സാധിക്കുള്ളൂവെന്നും 4 ജീവനക്കാരെ നിയമിച്ചാൽ 27,400 രൂപയോളം ചെലവ് വരുമെന്നും പ്രതിമാസം 20,500 രൂപ മാത്രമാണ് HMC ഫണ്ടിൽ നിന്നും വിനിയോഗിക്കാൻ കഴിയുക എന്ന പ്രയാസം നിലവിലുണ്ട്. ഇത് തരണം ചെയ്യാൻ നിലവിൽ 5 രൂപ വാങ്ങുന്ന OP ടിക്കറ്റ് ചാർജ് NHMന്റെ പ്രത്യേക അനുമതിയോ ആവശ്യമായതിനാൽ ഇതിനായി തിങ്കളാഴ്ച HMC യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും ഷാഹുൽ ഹമീദ് എൻലൈറ്റ് ന്യൂസിനെ അറിയിച്ചു. എൻലൈറ്റ് ന്യൂസ് പരപ്പനങ്ങാടി.